നമസ്കാരം, ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ പുറത്ത് താമസിക്കുന്നവർക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നവര് നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും എത്രയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇച്ചിരി ഡിസ്കംഫോർട്ട് പുറത്തൊക്കെ പോണ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പം പിള്ളേര് തുടക്കം തൊട്ട് വൈകിട്ട് ഫുള്ള് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പ്രോപ്പർട്ടി കണ്ടപ്പോൾ തന്നെ. കാരണം നമുക്കും തോന്നിയില്ല ഡിഫറൻസ്. ഭയങ്കര ക്ലീൻ ആണ്. ലാൻഡ്സ്കേപ്പ് ഒക്കെ കുറെയൊക്കെ ഒരു യൂറോപ്പിന്റെ ആ ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്റ്റൈലിൽ ചെയ്തു വെച്ചേക്കുന്ന പോലെയാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു സമ്മർ കോട്ടേജിൽ പോകുന്ന ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സമ്മർ കോട്ടേജിൽ പോകുന്ന ഒരു വൈബ് ഉണ്ടായിരുന്നല്ലേ? ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾക്ക്? എങ്ങനെയുണ്ട്? അടിപൊളി. നമ്മള് 8:30 ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷെ ഇച്ചിരി ലേറ്റ് ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നലത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു. നമുക്ക് വേഗം ഡോർ തുറത്ത് പുറത്തേക്കുള്ള കാഴ്ചകളാണ്. ഓ, നല്ല ചെറിയ ഫോഗൊക്കെ ഉണ്ടല്ലോ. നല്ല രസമാണ് കേട്ടോ രാവിലെ തന്നെ. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ. ഈ നാട്ടിലാട്ടോ നമ്മളിങ്ങനെ കണ്ടേക്കണം. മെറ്റേണിറ്റി, അതായത് ഫീഡിങ്ങിൻ്റെ ടൈമിലൊക്കെ നമുക്ക് പണ്ട് കണ്ടേക്കുന്നത് ജസ്റ്റ് നൈറ്റുകൾ മാത്രമാണ്. ഇപ്പോൾ പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. ഇതും ഫ്രണ്ട് ഓപ്പൺ നല്ലൊരു ഗൗണായിട്ട് പുറത്ത് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെടുങ്കണ്ടത്ത് റെയിൻബോ ബുട്ടിക്ക് എന്ന് പറഞ്ഞൊരിടത്ത് ചെയ്യിപ്പിച്ചാണേ. ഇവിടുത്തെ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത എന്താ പറയാ, നേച്ചറിനെ ഒന്നും മണ്ണൊന്നും എടുക്കാണ്ട് തന്നെ സ്റ്റാൻഡേർഡിലാണ് എല്ലാം ഫിക്സ് ചെയ്തേക്കുന്നത്. പൂള് നോക്കി, അടിപൊളി പൂള്. ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക്, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലൂടെ നല്ല അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഇതിന്റെ ഒരു ഇത് ആംബിയൻസ് മനസ്സിലാവും. അതായത് എല്ലാം നേച്ചർ ഫ്രണ്ട്ലി ആണ്. ഇവരുടെ കൺസെപ്റ്റ് തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആണ്. എ ഫ്രെയിം ഉണ്ട്. നമ്മൾ വന്നേക്കുന്ന ഹോട്ടലിന്റെ പേരാണ് വനാനി. അത് രസമുണ്ടല്ലേ? ഉണ്ടോ? പമ്പുകുഴി കളിക്കാം. ചെസ് കളിക്കേണ്ടതാ. അതിന് കളിക്കുന്ന സാധനം ഇവിടെ ഉണ്ട്, നമുക്ക് കളിക്കണം. വാ, നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നല്ല നല്ല ഭംഗിയായിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ തീം തന്നെ ഇതാണ്. വനാനി ക്യാമ്പർ വാനിൻ്റെ പടമെല്ലാം കൊടുത്ത് മൂന്നാറിൻ്റെ മലനിരകളിലൂടെ ഭയങ്കര ചൂസി ആയിട്ടാണ് ജോൺകുട്ടി. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ്, പഴം പുഴുങ്ങിയത്, ഫ്രൂട്ട്സ് ഉണ്ട്, ബട്ടറുണ്ട്. ആണോ? കൊടുക്കും. പാൽ കഴിയട്ടെ? പെൺകുട്ടിക്ക് പാൽ കഴിയട്ടെ? നമ്മുടെ ദേശീയ ഭക്ഷണമായിരുന്നു അവിടുത്തെ അല്ലേ? കഴിച്ചായിരുന്നല്ലേ? അമ്മമ്മയുടെ അടുത്ത് കഴിച്ചായിരുന്നു. പഴം പുഴുങ്ങി കൊടുക്കാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രസക്കുട്ടിനും വേണമല്ലോ അല്ലേ? പുഴുങ്ങിയ പഴമാണ് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ് വേണോ? ഈ പ്ലേറ്റ് വേണോ? ബസ്സിനകത്ത് സെറ്റ് ചെയ്തേക്കുന്ന ആക്ടിവിറ്റീസ്. ഇരുന്ന് ഫുഡ് വേണമെങ്കിൽ ഫുഡ് നമുക്ക് കഴിക്കാം. ഓണക്കുട്ടി ബസ് ഓടിക്കുവാണോ? ഗിയറൊന്നും മാറണ്ട.
ടൈം ടേബിൾ ആയുള്ളത് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട്. ആനവണ്ടി. ആനവണ്ടി ക്ഷേത്രമൊക്കെ അങ്ങനെയല്ലേ? പുറത്തേക്കുള്ള വീട് നോക്കിക്കേ. ഇങ്ങനെ എല്ലാ വിൻഡോസും തുറന്നിട്ട് ഭയങ്കര ഇതല്ലേ. ഓ ബസ് ഡ്രൈവറാ. നോക്കിക്കുട്ടിയാണ് ഡ്രൈവർ. അമ്മമ്മയുടെ സ്കൂട്ടർ ഓടിച്ചു കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രവർത്തനമാണ് വനാനിയിലെ സ്കൂട്ടർ ഓടിക്കുന്നത്. അങ്ങനെ യശക്കോട്ടർ ഇപ്പൊ വഴക്കൊക്കെ ആയി തുടങ്ങി. ഒരാളിവിടെ സണ്ണില്ലാതെ സമ്പാത്തെടുക്കുവന്നു. ആണോ? തട്ടി കിടപ്പുണ്ട്. ആഹാ, എന്നാ പരിപാടി? എന്നെ ഇഷ്ടപ്പെട്ടോ? ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അല്ലേ? ഇഗ്ലൂ ഹൗസ് പോലെ നല്ല സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ എയർപോർട്ടിൽ നിന്ന് മറ്റേ ചീസ് ഓംലേറ്റ് കഴിച്ചില്ല, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് വന്നല്ലേ. നമ്മൾ താമസിക്കുന്ന അറ്റ്ലസിനകത്ത് അല്ലേ? ആ, താഴത്തേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് ഇതിനകത്തടെ. ഇങ്ങനെ ഇതോടെ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഇങ്ങനെ ഇവനിപ്പോ ഉണ്ടല്ലോ ചില സമയത്ത് വേറെ ആരെയും കുടിച്ച് പോകത്തില്ല. ഇപ്പൊ ഇവന് മനസ്സിലായി തുടങ്ങിയാണ്. ഇതെല്ലാം ഈ കാലേ കയറി വന്നേക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന നേച്ചറിന് ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇഷ്ടപ്പെട്ടു അല്ലേ ജിക്കു? ഒന്നും ചെയ്തില്ലാത്തത് കൊണ്ടേ നേച്ചറിന്റെ ലാൻഡ്സ്കേപ്പ് അനുസരിച്ച് തന്നെ ആ ഒരു കറക്റ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് അതില് ഭയങ്കരമായിട്ട് എത്രത്തോളം ആ നേച്ചറിനെ ബ്യൂട്ടിഫുൾ ആക്കാവോ അതാണ് അവരാക്കിയിരിക്കുന്നത് അല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ സിമെന്റിന്റെ പരിപാടി ഒന്നുമില്ല, കല്ല ഇട്ടേക്കുന്നത്. ഫുള്ള് കല്ല്. നല്ല രസമുണ്ട് കേട്ടോ. അതായത് 2 ദിവസം വന്നാലും അല്ലേ നേരം പോക്കുണ്ട്. സാധാരണ നമ്മളൊരു മിക്ക റിസോർട്ടിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര ബിൽഡിംഗ് കൊണ്ട് ഭംഗിയാക്കി വെച്ചേക്കും അല്ലേ? അതായത് നമ്മള് എന്താ പറയാ എത്രത്തോളം ബ്യൂട്ടിഫുൾ മാൻമെയ്ഡ് ബ്യൂട്ടി എന്ന് പറയുന്നത്, ഇത് നേച്ചറിനെ കൂടുതൽ ഭംഗിയാക്കിയേക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. ഇവര് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇവര് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചേരുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ടായിട്ട് ഇത് പറയുന്നത്. ആക്ച്വലി നേച്ചർ ഹീൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി ഇവിടെ സെറ്റ് ആക്കുന്ന പോലെയാ. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയർ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ആയിട്ട് താഴെ ഇവിടുന്ന് ഇങ്ങനെ കോട്ടേജ് വ്യാപിച്ച് കിടക്കുകയാണ്. മോളിലെ കാണാൻ പോണോ? പോവാം നമുക്ക്. അതെ, വെള്ളം പോകുന്ന വഴിയാ. വെള്ളം പോകുന്ന വഴി ജസ്റ്റ് സൈഡ് കെട്ടി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. എന്നെ യശക്കുട്ടോ ഉറങ്ങണം, കാഴ്ചകൾ കാണണം, സെയിം ടൈമിൽ ഇതെല്ലാം വേണം. ഗ്രിൽ പ്ലേസ് അല്ലേ? ക്യാമ്പ് ഫയറിനുള്ള സൗകര്യമുണ്ട് ഈ കോട്ടേജ് വരുന്നവർ താമസിക്കുന്നവർക്കെ. അമ്മയുടെ മക്കള് അമ്മയുടെ മുക്കുളു വാവാവോ മക്കള് കുഞ്ചിച്ചു വിളിച്ചപ്പോ പറഞ്ഞത് അമ്മയുടെ മുക്കുള് വാവാവൂ. ഞാൻ എത്ര മണിക്കൂർ വേണേലും ഇവിടെ ഇരിക്കും. ആണോ? പക്ഷെ നിങ്ങളാരും സമ്മതിക്കില്ലല്ലോ. അതൊക്കെ നേരത്തെ തീരുമാനിക്കണായിരുന്നു. എത്ര മണിക്കൂർ ഇരിക്കണമെങ്കിലേ തന്നെ ഇരിക്കണമെങ്കിൽ നേരത്തെ പണ്ടേ തീരുമാനിക്കണായിരുന്നു. കമ്മിറ്റ്മെന്റ്സ് ആയിട്ട് പിന്നെ മാറാൻ പാടില്ല. 4 മക്കളെ ആയിട്ടതിന് ശേഷം ഇനി തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊന്നും നടപടി ആവത്തില്ല. കൊച്ചു ബുദ്ധി വെച്ച് തുടങ്ങി കേട്ടോ. ബാ ബാ തിരിഞ്ഞിരുന്നു വേണ്ടാന്ന്. അപ്പോഴും വലിയ സന്തോഷം. അന്ന് പൊന്നെ അമ്മയുടെ മറ്റൂരി. അകത്തേക്ക് നനഞ്ഞ ഷൂസ് കയറാണ്ടിരിക്കുന്നുണ്ടല്ലേ? ഷൂറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടവലും ഉണ്ട്. നമ്മളിവിടെ ഡോറിൻ്റെ ഇവിടെ തന്നെ ഊരിയിടുന്നത്. ഫുള്ള് കാർപ്പറ്റാ ഫ്ലോറ്. അവിടെ നല്ല വാമാണ്. ഇവിടെ പ്രത്യേകിച്ച് എപ്പോഴും തന്നെ ചെറിയ തണുപ്പുണ്ട സ്ഥലമാണേ. ചെറുതല്ല, നല്ല തണുപ്പായിരുന്നു. എന്നാ തണുപ്പായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നാ പരിപാടി? എസക്കൊട്ടിന് ഉറങ്ങുവാണ്. എസക്കൊട്ടിന് ഉറങ്ങുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ഇതിനകത്ത് കയറി
നമ്മൾ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പോരുന്ന വഴിയിൽ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയിട്ട് കണ്ട സംഭവം മറ്റേ ബണ്ണീനെയൊക്കെ കണ്ടപ്പോഴായിരുന്നേ. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ രാത്രിയോട് നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് നമുക്ക് നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ കരുതി. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകണേന്നറിയോ ചക്കി? നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇന്ന്? ആ മനസ്സിലായി അവക്ക്. കുഞ്ഞവൻ ഉറങ്ങുവാണേ. ഇവര് ആ ബണ്ണീസിനെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് കയറാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് കയറാമെന്ന്. തൊടാൻ പറ്റുമെന്ന്. ഓട് വേഗം ചെല്ല്. ലോക്കൊന്നും അല്ല അല്ലേ? പേരെങ്ങനെയായിരുന്നു? രഞ്ജു. ഓക്കെ. മാവാണോ അത്? ഞാവലാണോ? ആ മറ്റേ വെട്ടാതെ നിർത്തിയേക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ കണ്ടിട്ട് കാട്ടുമാവ് പോലെ ഉണ്ട്. മാവല്ല അല്ലേ? അവിടെ അടി. ജോണിക്കുട്ടിയോട് കുറെ പേര് പറയായിരുന്നു ചേച്ചിമാരെ അടിയെന്ന് വിളിക്കരുത്, ചേച്ചിന്ന് വിളിക്കരുത്. ഇതിലല്ലേ കയറിപ്പോണേ? ഇതിലേ കയറിപ്പോണ്ടേന്ന്. നെല്ലിയൊക്കെയാണേ. കല്ലുകളൊക്കെ പാകി നല്ല രസമുണ്ട്. ഭയങ്കര നമുക്കിങ്ങനെ ഓരോ മുക്കും മൂലയും നല്ല രസമായിട്ട് ആസ്വദിച്ച് നോക്കാൻ തോന്നും. ഓക്കെ, ഇതാണ് അവരുടെ ഫാം. ഇതിലേക്ക് പോകാനാണ് പിള്ളേർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. ബേർഡ്സ് നെസ്റ്റ്. തിന്നാൻ കൊടുക്കണയാണോ? ബോട്ട് ഹൗസ്, അക്വാപോണിക് ഫിഷൊക്കെ അവിടെ ഉണ്ട്. കണ്ടോ നിങ്ങള്? കേറിയ കണ്ടോ? ഓ സോ സ്വീറ്റ്. ചക്കി മാളോ. സൂക്ഷിച്ച് അച്ചടാ, അമ്മര് മേടിച്ചു പോയാ. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഫാമേ. അടിപൊളി. ചക്കി മാള് പറഞ്ഞോപ്പാ. കേറിയ പ്രാവല്ലേ അത്? പ്രാവുകളൊക്കെ ഉണ്ടോ? പക്ഷെ അവർക്ക് പേടിയില്ല കേട്ടോ. തീറ്റോണ്ട് കയറിയതുകൊണ്ടായിരിക്കും. രസമുണ്ട്. ബേർഡ്സ് ഒക്കെ അല്ലേ? ബേർഡ്സ് ഫുഡ് കൊടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കയ്യിൽ. മേളിലിരുന്ന് ഉറങ്ങും അവര്. ബേർഡ്സ് ഉറങ്ങുന്നുണ്ടോ അവിടെ? അതെവിടെ? ഏത് ഹാംസ്റ്റർ? ഓ കൊഞ്ചിക്കണ പോലെ. അച്ചോ, ഈ ഒരു പീക്കിരി സൈക്കിളാണ് ചാടി വരുന്നത്. ആണോ? ആരാ ഫോളോ ചെയ്ത് വരുന്ന? ആരാ? കിളികൾക്ക് ഫുഡ് ഇപ്പൊ കൊടുത്തായിരുന്നു, അതുകൊണ്ട് അവരങ്ങനെ ഇരിക്കണേന്ന്. ഒച്ചോ ചവിട്ടല്ലേ? നോക്കി വേണം കേട്ടോ. എലിയ എലി. ഓ അച്ചടാ, രണ്ട് കൈയും. എന്താ? ആണോ?
പക്ഷെ അത് ഏതാ ബ്രീഡെന്നറിയോ? അമേരിക്കൻ ബുൾഡോഗ്. മാളുവിന്റെ മുഖത്തേക്കൊക്കെ അവര് നല്ല മറ്റേ അതെല്ലേ ഫ്രണ്ട്ലിയാണ്. ഓക്കെ. ഈ ഹസ്കി ഇതായിട്ട് വൈൽഡായിട്ട് ഇരിക്കുന്നത് ഗോൾഡൻ റിട്രീവറും പിന്നെ ലാബൊക്കെ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടാണല്ലോ. അത് ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. മറ്റേ പിറ്റ്ബുള്ളും മറ്റേ അമേരിക്കൻ ബുൾഡോഗൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒരു അഗ്രസീവ് ലുക്കല്ലേ നിങ്ങൾക്ക്? കടിച്ചും എല്ലാരെയും കടിക്കില്ല. ഇവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് പിള്ളേർക്ക് കളിസ്ഥലമൊക്കെ ഉണ്ടോ? ത്രംബോളീനിയൊക്കെ ഉണ്ടല്ലോ. ചാടാലോ ജോണിക്കുട്ടിക്ക് കുറെ. അത് കളിക്കുന്ന സ്ഥലം സ്വിമ്മിംഗ് പൂളാണത്. അത് പൂള മാള് പുറകോട്ട് നിന്നു. അമ്മച്ചി സൂക്ഷിച്ച് ഹലോ. അതല്ലേ അമ്മ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ദേഷ്യം അവന് ഇരിയല്ലേ? ഇറിറ്റേറ്റ് ചെയ്യല്ലേ? എന്താ ചോദിക്കുന്നത്? ഓക്കെ. ഓ ഹോഴ്സ് ഉണ്ടോ? കുതിരയുണ്ട്. കുതിര അമ്മ റൈഡ് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗാഡ്, എത്ര എണ്ണങ്ങളാ നോക്കിയേ. അവരെ കണ്ടോ? ജോണിക്കുട്ടി വന്നപ്പോഴേക്ക് അവന്മാര് പാടാൻ തുടങ്ങിയല്ലോ. ആട്ടുമേമ വേറെ എന്നാ വേണം? എന്റെ ദൈവമേ എനിക്ക് വയ്യ. അച്ഛോ സ്വാനാണ്. അവന്മാരെ നീന്താൻ വെള്ളത്തിലിറക്കണം ഇതിലാന്ന് തോന്നുന്നല്ലേ? കേറി തിരിച്ചു കേറി അവര് കൂട്ടി കേറി. അച്ഛോ ഓ അമ്മയും കുഞ്ഞു അതിന്റെ അകത്താട്ടോ. ചാടണ്ട അവിടെ നിന്നോ. അച്ഛോ എന്തോ ഒരു ഇംഗ്ലീഷ് ബ്രീഡിലുള്ളത് അല്ലേ? അത് കുഞ്ഞിതാ. ഹൈറ്റ് ഉണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. അവർക്ക് തീറ്റ കൊടുക്കുന്നതാ. നല്ല വലിയ കുതിരയാട്ടോ. ഓ മൈ ഗോഡ്. ഹലോ. അല്ല അവൻ മുഖം തിരിച്ചു, അവന് പേടിയെ. അങ്ങനെ പെറ്റ് ഹോംസിലാണ് നമ്മളിപ്പോ കേറിയത്. കൊറേ പേരെ കണ്ടു. ഇതാണ്ടേ അവനെ കൊണ്ടുവരാനുണ്ടോ നോക്കിയേ. ഓ യെസ്, മറ്റേ വരവ് നോക്കി. ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു കൊടുക്കായിരുന്നല്ലേ. ഒരു കുതിരേനെ കാണിച്ചത് തിന്നും. അമ്മപ്പട്ടി കേട്ടത് അവന്റെ ആണ് 5, അവരുടെ 6 കുഞ്ഞുങ്ങളുണ്ടല്ലേ. കാണാം. അത് നമുക്ക് ലാസ്റ്റ് കയറാം. അമ്മയ്ക്കും ചെറിയൊരു പേടികളുണ്ടാ ആദ്യം അങ്ങോട്ട് പോകാതിരുന്നേ. അതെ പുല്ല് അവിടെ നിന്നിട്ട് അവര് തിന്നുന്നേ. അത് നമുക്ക് അങ്ങോട്ടല്ല. നല്ല കാറ്റാണ്, മൈക്കില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര നോയ്സ് ആയിരിക്കും. കാറ്റിന്റെ ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ. പക്ഷെ എന്നാലും ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവർ അത്രയും എക്സൈറ്റ്മെന്റ് ചെയ്യുന്നൊരു കാര്യമായോണ്ട് അതുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഹൈറ്റും നല്ല ലക്ഷണത്താ കേട്ടോ അവൻ.
റൈഡിന് കൊണ്ടുപോവോ? കൊണ്ടുപോകും അല്ലേ? നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചക്കി അതിനെ ഇതാക്കിയോ? ഷോ പേടിയില്ല ചക്കി? അച്ചടാ അത് ഇരിക്കണമൊക്കെ ചോണിക്കുട്ടിയുടെ കയ്യിൽ. പാവണ്ട്, വായിൽ വെക്കണ്ടപ്പ. എങ്ങാനും അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്. വേണ്ട, മതി മതി ചോണിക്കുട്ടി. അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ചോണിക്കുട്ടി? ഇല്ലടാ, പേടിക്കണ്ടടാ, അത് അടുത്തേക്ക് വന്നതാ. വിളിച്ചു തന്നാ. ആ കുഴപ്പമില്ല. മെന്റൽ ഷോക്ക് വന്നോ? പെട്ടെന്ന് ചോണിക്കുട്ടി ചെറുതായിട്ടൊന്ന് പേടിച്ചു. കൊടുത്തപ്പാ 4 കുതിര ഉണ്ടെന്നാ പറഞ്ഞേ. ഇതിനെല്ലാത്തിനും ഡെയിലി റൈഡിന് കൊണ്ടുപോകും? അതെയോ? ആ, ഗസ്റ്റ് വരുമ്പോ റൈഡിന് ഇറക്കുന്ന കേട്ടോ. ട്രെയിൻ ചെയ്യുന്നുണ്ട്. പൊന്നെ ഒങ്ങിയായിരുന്നോ? കുതിരേനെ കണ്ടാ? ഓ ആ, അവിടെ പോയി. മുയലിന് കുറെ നേരം തീറ്റയൊക്കെ കൊടുത്തു. പക്ഷെ അവിടെ കാറ്റില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പഴാ അതിന് കാറ്റ് തുടങ്ങിയത്. മാൻകുത്തുമേട്. മാൻകുത്തിമേട്. മൂന്നാറിനും തേക്കടിക്ക് ഇടയ്ക്കാന്ന് അല്ലേ? മാൻകുത്തിമേട് നല്ല രസമുണ്ട്. പക്ഷെ 4 മാസമായ പോണിക്കുഞ്ഞിനെ കണ്ടോ? ആ, മറ്റേ പോണിയുടെ കുഞ്ഞാ അത്. ഏതാ? അതെ, അവൻ സൈഡായിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ, അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ മുഖം ഇങ്ങനെ, അവര് ഇണങ്ങിക്കഴിഞ്ഞാലാണ് അവർ മുഖം നമ്മുടെ ആ നേരെ തിരിയോളൂ. ഇപ്പൊ നമ്മൾ വരുമ്പോൾ മാറ്റി വെക്കണത് അങ്ങനെ ഫ്രണ്ട്ലി അല്ല. ഇപ്പൊ ആയിട്ടില്ല പോണി. പക്ഷെ ചാടി ഇറക്കണം. 4 മാസമായി പോണിക്കുഞ്ഞിനെ നോക്കി തുള്ളി ചാടി ഇറക്കണം. നോക്കിയേ. ആ, കണ്ട വലിപ്പം പറയും. ഇവളുടെ കുഞ്ഞാണത്. ഹലോ. അയ്യോ, എന്ത് രസല്ലേ. ഓ, അവന് ഭയങ്കര സന്തോഷായിട്ടോ. ഹലോ പോണിക്കുട്ട. ജോണിക്കുട്ടി എങ്ങനെയുണ്ട്? ചക്കിക്ക് എങ്ങനെ തോന്നുന്നു? മാളു എങ്ങനെയുണ്ടപ്പാ? അടിപൊളിയല്ലേ? എല്ലാവർക്കും നല്ല രസമുണ്ട്. എനിക്കാണെങ്കിൽ മറ്റേ ആ പോണി കളിക്കുന്ന അവിടുത്തെ പോരാനേ തോന്നുന്നില്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതെ, ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്തോണ്ടിരിക്കണം അല്ലേ? എപ്പോഴും തൂത്തുവാരി അടിച്ചു വാരിയൊക്കെ ഇടാൻ ആൾക്കാരും. അതെ, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ രാജ്യത്തെയും ക്യാമ്പിംഗ് സൈറ്റുകളിൽ പോയിട്ടുണ്ട്. അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ. അതെ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എടുക്കാം. ഇതാരാ? ഇത് എവിടെയാ വന്നേക്കണേ? ചേച്ചിമാരൊക്കെ കളിക്കണ കണ്ടോണ്ടിരിക്കുവാണോ? ആണോ? മയിലുകൾ കണ്ട ഭയങ്കര ക്യൂട്ടായിരുന്നു. അവിടെ കുറെ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ കയറി ഒരു ഫുഡൊക്കെ കൊടുത്തു. ഒരു കുഞ്ഞു ഗിനിപ്പിക്ക് ഉണ്ടായിരുന്നു. ചക്ക അതിന്റെ പുറകെയായിരുന്നു. നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് നീങ്ങാം അല്ലേ? പിള്ളേർ ഇവിടെ കളിയോട് കളിയോ കുറെ നേരം. പിള്ളേരില്ല, നല്ല എൻജോയ് ചെയ്ത്. നല്ല ഫുഡായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് അല്ലേ? അടിപൊളിയായിരുന്നു. നമ്മൾ കാരവാൻ്റെ അങ്ങോട്ട് പോവാട്ടോ. ഇതിൻ്റെ അകത്താണ് കിളികളും പിന്നെ മുയലും സംഭവമൊക്കെ ഉള്ളത്. പക്ഷെ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ ലാൻഡ്സ്കേപ്പ് അവരാ ചെയ്തിട്ടേക്കണതേ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറെ വഴിയുണ്ട്. അമ്മ എടുത്ത അപ്പ കരച്ചിൽ നീക്കൂ അല്ലേ? കള്ളക്കരച്ചിലാണോ? നമുക്ക് തന്നെ ഇവിടെ നിൽക്കും. ഇവര് നമ്മള് യൂറോപ്പിൽ ട്രിപ്പൊക്കെ കാരവാൻ കൊണ്ട് പോകുമ്പോൾ ഓരോ പ്ലോട്ടായിട്ടായിരിക്കും ക്യാമ്പിങ്ങിന്റെ. അതായത് കറക്റ്റ് ഇതുപോലെ ഒരു വണ്ടിക്ക് ഇടാനുള്ള കറക്റ്റ് സ്പേസ്, അത്ര സ്പേസ് ഉണ്ടാവുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ മറ്റേ സംഭവം ഇങ്ങനെ നമ്മൾ വലിച്ചിട്ട് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. തട്ടായിട്ട് ക്രൊയേഷ്യ നമ്മൾ പോയ സമയത്ത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ട്രിപ്പ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഇല പറിച്ച് പെട്ടെന്ന് വായി വെച്ചു. അത് ഈ ഇല വിഷമുള്ള ഇല പെട്ടെന്ന് തന്നെ എടുത്തു. അതിന്റെ അടുത്തുകൊണ്ട് നിർത്തി അമ്മേനെ വേണം പറയാൻ. ഇച്ച നീങ്ങിച്ച. നല്ല കാറ്റുണ്ടല്ലേ? നല്ല കാറ്റ്. ഒരു പറഞ്ഞത് കുറവാന്ന്.
ഇതിലും കൂടുതൽ കാറ്റ്, നല്ല കാറ്റ് വരാറുണ്ടെന്ന്. നല്ല ചൂടത്തുനിന്ന് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രത്യേക ഫീലല്ലേ അല്ലേ? പിന്നല്ലേ. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോതമംഗലം മുതൽ മുകളിൽ വരെ സ്ഥലത്തേക്ക് നേരിമംഗലം പാലത്തിന് അപ്പുറത്തെന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ കാറ്റടിക്കുമ്പോഴാണ് ഞാൻ ആ ഡിഫറൻസ് നേരിട്ട് കണ്ടിട്ടുള്ളത്. നേരിമംഗലം പാലത്തിന് ഇപ്പുറം വേറൊരാളും പാലം കിടക്കുമ്പോൾ വേറൊരാളുമാണ്. ഇതിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളെ? 1 month ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് വനാനി, അതായത് കാരവാൻ ക്യാമ്പിംഗ് റിസോർട്ടിലാണ്. ഇന്ത്യയിലായതും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എത്ര റൂം ഉണ്ട് നമുക്ക്? നമുക്ക് ടോട്ടൽ റൂംസ് 13 റൂംസ് ആണ്. 13 റൂംസ് ഉണ്ട്. വേറെ അഡീഷണൽ ആയിട്ട് ഇവിടെ പുറത്തുനിന്ന് ഇവിടെ ആരും വരാറുണ്ട്? ഇവിടെ പുറത്തുനിന്ന് കാരവൻ അല്ല, നമ്മൾ ബുക്കിംഗ് ഓൾറെഡി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കാരവാൻ എക്സ്പീരിയൻസും അതുപോലെ ക്യാമ്പർ വാൻ എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ? ടെന്റ് സ്റ്റേ, പിന്നെ കുഞ്ഞു കുഞ്ഞു ഹട്ടുകള്, പിള്ളേർ പറയുന്നത് ഇഗ്ലു ഹോട്ടൽ വരെ കിട്ടുന്നത്. നമ്മൾ കിടന്ന ഡോം ഉണ്ടല്ലോ, ആ സംഭവം ഒരു സ്നോ ഹോട്ടൽ പോലെ നല്ല രസമായിട്ടുണ്ട്. റൗണ്ട് ഷേപ്പില് എല്ലാം ഉണ്ട്. നല്ല ഭയങ്കര വെറൈറ്റി അതിന്റെ ആർക്കിടെക്ചർ. ടെൻറ്റ് റൂമാണ് ഇത്. ടെൻറ്റിനകത്ത് 2 പേർക്ക് താമസിക്കാം. അപ്പോൾ അന്നേരം നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഇവർ അവൈലബിൾ ആണ്. അതുപോലെ ചെറിയ പൂൾ ഇവിടെ തന്നെയുണ്ട്. ടെൻറ്റ് ഇങ്ങനെ വരും, ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ടെന്റ് എന്ന് പറഞ്ഞാൽ സംഭവം ഭയങ്കര സ്റ്റാൻഡേർഡ് സെറ്റപ്പ് അല്ലേ? നോക്കി എല്ലാ സംവിധാനവും നോക്കി. ഒരു ഹോട്ടൽ റൂം ഇൻസൈഡ് പക്ഷെ നല്ല രസമല്ലേ? ആണോ? അതായത് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഇവിടുത്തെ പണിതേക്കുന്നെല്ലാം ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ടെൻ്റ് ആണേലും ഉണ്ടല്ലോ, ലോക്ക് കാര്യങ്ങൾ അത്യാവശ്യം ഒരു എല്ലാം ഉണ്ടെന്നേ, എല്ലാ സംവിധാനം ഉണ്ടെന്നേ. അകേക്ക് ടെൻ്റല്ല കണ്ട, ഗിനി പിഗ് റാബിറ്റിന്റെ മേളിൽ ഇങ്ങനെ ബണ്ണിയുടെ മേളിൽ കിടക്കുവാന്ന്. ഭയങ്കര പിള്ളേരെല്ലാവരും ഇതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ യൂറോപ്പിലുള്ള സംഭവത്തിൽ എല്ലായിടത്തും തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ പോയിട്ടുണ്ട്. അതെല്ലാം കണ്ടേക്കുന്നതുകൊണ്ട് നാട്ടിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ക്യാമ്പിംഗ് റിസോർട്ട് വരുന്നത് അല്ലേ? ഇതൊരു ഫാമാണ്. വെജിറ്റബിൾസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആണോ? കണ്ടോ കിട്ടി? ഇത് ഫിഷ് ഫാമാണ്. ഫിഷ് അവിടെ എന്താ? ഫിഷ് ഓ, തവള അത് മീൻ ഇട്ട് കൊടുത്തേക്കുന്ന തിന്നാൻ ഇട്ട് കൊടുത്തേക്കുന്ന. മാളൂനും കാണാനായിരിക്കും. ഞാൻ മാളൂനെ കൊണ്ടുവരാം. അയ്യോ, ഓർണ തവളേനെ മീൻ തിന്നാൻ ഇട്ട് കൊടുത്തേക്കണയാണോ? നല്ല മുഴുത്ത മീനുകളാണല്ലോ. അത് ചത്തു. പക്ഷെ എണ്ണ മീനൊക്കെ ഇതിനകത്തുള്ളേ. സിലോപ്പി എന്ന് തോന്നുന്നല്ലേ? കട്ട്ല. ഫുഡ് ഹൗസിലേക്കുള്ള വഴികളാണ്. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. ആർച്ച് പോലെ. ഓ, അടിപൊളി. മേപ്പിൾ ട്രീ ഉണ്ടോ? അതിന്റെ പേരാണ്. ഒന്നിന് മേപ്പിൾ, ഒന്ന് ഒലിവ്. ഓരോ കോട്ടേജിന്റെ പേര്. ഓ, ഇതെന്താ? നമ്മുടെ സമ്മർ കോട്ടേജ്, സൗന കോട്ടേജ് പോലെ ഉണ്ടോ നോക്കി. ട്രയാങ്കിൾ ഷേപ്പില്, ഫുള്ള് വുഡൻ തീമില് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോരോ ഹട്ട് പോലെയായിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങൾ. ലോക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ്, ചെറിയ ക്ലോസറ്റ്സും സംഭവമൊക്കെ ആയിട്ട്. വാഷ്റൂം ഇവിടെയാണേ. വാഷ്റൂമും നല്ല അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഷവർ ഏരിയ ഒക്കെ ആയിട്ട് സെറ്റല്ലേ? യെസ്, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള നമ്മുടെ വ്യൂ എന്താണ്? അതാണ് വ്യൂ. ഒരു മോർണിംഗ് വ്യൂ ഇങ്ങനെ കിട്ടുക എന്നൊക്കെ പറയുമ്പോ അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്തുണ്ട് ചായ തെറ്റ്? കല്യാണം കഴിഞ്ഞ ആദ്യം നമ്മൾ നമ്മുടെ നാട്ടിലൊരു ഹണിമൂൺ ട്രിപ്പ് വേണം. റൗഡി ബോയ്. ചക്കി എവിടെ പോയി? ഡെഡ് സ്റ്റാർ ഒക്കെ തന്നിട്ട് ചക്കി നിൽക്കുവാണോ? ആണോ? എവിടെയാ വേന? നല്ല അടിപൊളിയായിട്ട്. ഷോർട്സ് ഉണ്ടോ? ഇവിടെ ഔട്ട് സൈഡ് നല്ല അടിപൊളി ജിമ്മുണ്ട്. ജിമ്മ് വന്നപ്പോ എന്നെ പ്രത്യേകം കാണിച്ചു തരുന്നത് എന്തിനാ ചായ? എന്നെ പ്രത്യേകമായിട്ട് കാണിച്ചു തരുന്നത് എന്തിനാ? ഇതൊക്കെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നല്ലേ നമ്മള്. അങ്ങനെയാണ്. ക്ഷമിച്ചു. അടിപൊളി. ഇവൻ കുലുങ്ങി വരട്ടെ. കഴിച്ചതൊക്കെ ഇപ്പൊ നമ്മൾ ഇറക്കുവോ?
മറിഞ്ഞു വീഴില്ല കേട്ടോ, എന്നാ ചെയ്യണത് കെയർഫുൾ. അവൻ നോക്കുക എല്ലാം. ഇഷ്ടപ്പെട്ടോ? നേച്ചറിലൊരു ജിമ്മൊക്കെ അല്ല, നല്ല വ്യൂ ഒക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരിക്കും. ഓഫ് റോഡ് ഡ്രൈവിലാണ്, ഓഫ് റോഡ്. യേശ്, ഓ പൊത്തോ 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 പിടിച്ചിരിക്കുക അവന്. പക്ഷെ അറ്റ പറ്റ ഇല്ല വേണ്ട, അത്ര ഇത് വേണ്ട, ഇച്ചിരി ഓടുവാ. ചക്കി വായോ, കുറച്ച് എനർജി ബാക്കി വെക്ക്, അടുത്ത ആക്ടിവിറ്റീസിനും വേണം നമുക്ക്. ബന്നി ബന്നി ബസിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് അല്ലേ ചെയ്യാ, സെറ്റ് ചെയ്ത് അതിന്റെ അകത്ത് ഗെയിം പോലെ ആക്കിയിട്ട് റെസ്റ്റോറന്റും ഗെയിം സാധനങ്ങളൊക്കെ അതിലാ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. എവിടെ ഇരുന്നാലും ഉണ്ടല്ലോ വൈബാ, ഏത് എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ആണ്, വൈബാണ്. കേരളത്തിലെ വേറെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ നേച്ചർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകൽ സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ല, ചൂടല്ലേ, ചൂട് കൂടിയിട്ട്. ഇത് ആ ഒരു കാര്യത്തിൽ ഇത്ര കൂളായിട്ട് അല്ലേ, നല്ല ഫ്രഷ് ആയിട്ട്, നല്ല വെതർ, നല്ല കാറ്റൊക്കെ അടിച്ച് ഒരു കൂൾ എഫക്റ്റ് ആട്ടോ. നല്ല നമുക്ക് ബാക്കി എവിടെ പോയാലും എ സിക്കകത്ത് ഇരുന്ന് ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു ഫീല്. കാരണം വെച്ചാൽ നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ പറ്റത്തില്ല, പുറത്തിരുന്ന് നോർമൽ എടുത്തിരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയുണ്ടാകത്തില്ലോ. തട്ടുകട വൈബ്, തട്ടുകട ദോശ. വാ, കണ്ടെയ്നർ സ്റ്റേ അല്ലേ അങ്ങോട്ട്, അതിൻ്റെ ആ മേളിൽ ടെറസിൽ മേളിൽ കണ്ടു ചായ ഇരിക്കാനുള്ള സംഭവം. ഓ, ഒറ്റയ്ക്ക് നല്ല പൊളിയല്ലേ. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നല്ലോ, അന്നേരം ഉണ്ടായിരുന്നില്ലല്ലോ. ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ, എത്രയോ പേരാ മറ്റൊരു രാജ്യത്തേക്ക് പോണേ, ഭയങ്കര റഷായിട്ട് എത്ര എക്സ്പെൻസീവ് നോക്കി പോകണം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കപ്പിൾസ് മാത്രമല്ല കേട്ടോ, പിള്ളേരെയും കൂട്ടി വരുമ്പോൾ പിള്ളേരും എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ജോണിക്കുട്ടി സ്വിമ്മിങ്ങിന് ചാടാൻ പോവാണോ? കുളിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ അങ്ങോട്ട്. കാലിടുവല്ലപ്പ, നമുക്ക് കുളിക്കാൻ ഇറങ്ങാം. ഇത് കണ്ടിട്ട് പോവാ. പോളാറീസ് ശരി കേട്ടോ, കണ്ടെയ്നർ. ഇത് കണ്ടെയ്നറിന്റെ പീസ് അല്ലേ, അത് എന്താ റിയൽ സാധനം സെറ്റപ്പാണേ. കണ്ടെയ്നർ സ്റ്റേ. ഇനി എൻ്റെ അകം എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. അടിപൊളി. ഓഹോ, കൊള്ളാം. ഇത് ലിവിംഗ് റൂം സെറ്റപ്പ് ഒക്കെ ആട്ടോ, ഓപ്പൺ സ്പേസില്. അകത്തേക്ക് ബെഡ്റൂം. ഓ, ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. സംവിധാനം നല്ല നല്ല നീറ്റായിട്ട്. സ്ലൈഡിങ് ആണോ? ഓക്കെ, ഇത് ഓപ്പൺ ആക്കുന്നു. ടോയ്ലറ്റൊക്കെ നല്ല നീറ്റായിട്ട്, അടിപൊളിയാട്ടോ. പൂളുണ്ടല്ലേ? പൂൾ എവിടെയാ? ആ ശരിയാ, വേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ ഇൻഫിനിറ്റി പൂള് വ്യൂ. ഇതിന് മേളിലോട്ട് സ്റ്റെപ്പ് കയറുമ്പോഴല്ല മറ്റേ മേളിലൊരു സംഭവം, ബാൽക്കണി. അടിപൊളി. അങ്ങോട്ട് ക്യാപ്സ്യൂൾ 2 ഉണ്ട്, ട്രാൻസ്പോർട്ട്, റെസ്റ്റോറൻറ്റ്, പിന്നെ നമ്മുടെ സ്റ്റേ. ഇതാണ് ഇതിൻ്റെ ടെറസ്. അന്യായ വ്യൂവിൽ ഇൻഫിനിറ്റി പൂള് താഴെ. ഈ കണ്ടെയ്നർ സ്റ്റേ സൂപ്പർ ആയിരിക്കും അല്ലേ? എല്ലാ സ്റ്റേക്കും അതിൻ്റെതായ ഓൺ വ്യൂ ഉണ്ട് കേട്ടോ. അടിപൊളി. കണ്ടോ, ഇത് ഇഷ്ടപ്പെട്ടു. 3 ഡോംസ് എടുക്കാണ്. ഇത് 3 എണ്ണാണുള്ളത്, 3 ഡൂംസ് ആണുള്ളത്. നമ്മൾ അറ്റ്ലസിന് ചെക്കു, പിന്നെ ഒന്ന് ഓർത്ത് ജഗൂസി ഉണ്ടല്ലേ. സൈറസിനകത്താണ് ജഗൂസി ഉള്ളത്. പിള്ളേരെ ജഗൂസി ഉള്ള ഡോം കാണാൻ വരണമെങ്കിൽ വാ. പൂളിന്ന് വിളിച്ചിട്ട് വരുന്ന പോലും ഇല്ല. വേഗം വാ ചക്കി, മാൾ ഓടി വാ. ഇവിടുത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, പൂളിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ വാഷ്റൂമും സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ടൊന്നും ഓടേണ്ട ആവശ്യമില്ല. ഇങ്ങ് എഴുന്നേറ്റ് വാ, വേഗം വായോ. ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പം. അല്ല, ഇത് സൈറസിൻ്റെ. എന്നിട്ട് കാല് മുക്കാനായിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊന്നുമില്ല. വെള്ളം നമ്മൾ കളക്ട് ചെയ്യണം. അത് അതിൽ ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇതാണ് ജഗൂസി.
ഓർക്കുന്നുണ്ടോ പോയി ഇരുന്നതൊക്കെ? അതിനകത്ത് ഇത് ചെയ്യണ്ട, വർക്ക് ചെയ്യണ്ട. കൊച്ചിങ്ങോട്ട് വാ, വാ ക്ലോസ് ചെയ്യ. കൊച്ചിന് ക്ലോസ് ചെയ്യാൻ അറിയാവോ? നമുക്ക് ജക്കൂസി ഇപ്പം ആവശ്യമില്ല, നമ്മൾ സ്വിമ്മിംഗ് പൂളാണ് യൂസ് ചെയ്യുന്നത്. എന്നാ ഓ യെസ്, ഫുള്ള് നിറച്ച് ഏലക്കാടിൻ്റെ ഇടയിൽ ഒരു അടിപൊളി ഒരു ഡോം സ്റ്റേ വിത്ത് ജഗൂസി. ഭംഗിയായ വ്യൂ ആണോ? നല്ല സെയിം നമുക്ക് കിട്ടിയ പോലെ തന്നെ സെയിം റൂമാട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മേക്കപ്പ് ഏരിയയും സംഭവമൊക്കെ ആയിട്ട്, പിന്നെ ടോയ്ലറ്റും ഷവറും ഒക്കെ ആയിട്ട് അടിപൊളി. തുറന്നിറങ്ങുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നതാണ് ഇങ്ങനൊരു വ്യൂ. പിന്നെ ഒരു കുഞ്ഞ് ബാൽക്കണിയിലോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞിരിക്കാം, ഗെയിം കളിക്കാം, കോഫി കുടിക്കാം. നേച്ചറിനോട് എത്ര ക്ലോസ് ആവാൻ പറ്റുമോ അത്രയും ക്ലോസ് ആവും. ഈ കാണുന്ന യോഗ ചെയ്യുന്നൊരു സ്പോട്ട് അവിടെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നല്ല എന്ത് രസമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് അല്ലേ ഇത്. നമ്മൾ യൂറോപ്പിൽ പലയിടത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നോക്കുമ്പം ആ ഒരു സ്റ്റാൻഡേർഡ് അതേപടി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. കണ്ടോ, ഹാർഡ് വോയിസിൽ പറഞ്ഞാലാണ് പിന്നെ ഒരു റിയാക്ഷൻ ഉള്ളത് അല്ലേ ചായ? ഒന്നുകൂടെ ഒച്ചയെടുക്കുക ചായ. പിന്നെ അല്ല, ആ സോഫ്റ്റ് പാരൻറ്റിങ് സോഫ്റ്റ് പിള്ളേർക്കുള്ളതാ. റഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് റഫാവും. വാ കയറി വന്നേ, കുറേ നേരം വിളിക്കണു. മതി വേഗം വാ. കാലിട്ട് പോയി കഴിയുമ്പോൾ അമ്മ അഡിക്റ്റ് ആവുന്നു. ആഹാ, വഴക്ക് പറയാൻ പറയുന്നവരെ പ്രലോഭിച്ച് വെള്ളത്തിലിറക്കാൻ നോക്കുന്നോ? ഇതൊന്നും ശരിയാകത്തില്ല. വേഗം വാ. വാ വാ വേഗം വാ വാ വാ. ചില സമയങ്ങളിൽ അവിടെ നമുക്ക് കൂടുതൽ എനർജി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരെ നടന്ന് നമ്മുടെ എ ഫ്രെയിം സ്റ്റേയിലോട്ട് പോവാണ്. ഇതിലേ കയറി പോവാല്ലേ? നമ്മൾ ആദ്യം ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതിലൂടെ വന്നു. യെസ് യെസ്, നല്ല രസമുണ്ടേ. നല്ല നീല പൂക്കളൊക്കെ നിറഞ്ഞ് ഇവിടെ നിന്നൊരു വ്യൂ അല്ലേ ഇത്. ഉണ്ടോ? ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. വാവ്, ഒരു നാച്ചുറൽ പോണ്ട്. നോക്ക്, ബുദ്ധ ഇരിക്കുന്നവിടെ. മഴയുള്ളപ്പം നല്ല വെള്ളമുള്ളപ്പം ഇതിങ്ങനെ കവർ ചെയ്തിട്ട് അവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുന്ന പോലെ ആയിരിക്കും അതിൻ്റെ വ്യൂ വരുന്നത്. അത് അടിപൊളിയായിരിക്കും അല്ലേ? ഇതെങ്ങനെ വായിക്കും? സിറ്റാലയാണോ? സിറ്റാലയാണോ? ആ ഓക്കെ, ഇത് കറക്റ്റായി. ലുക്കായിരിക്കും അല്ലേ? ടൈലാട്ടോ. ഇവിടെ വുഡൻ ഫ്ലോർ ആണ് ഇപ്പുറത്തേക്ക്. ഓ ഇത് കറക്റ്റ്, ഇത് ശരിക്കും സമ്മർ കോട്ടേജ് സെറ്റപ്പാട്ടോ. സമ്മർ കോട്ടേജുകൾ വരുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയതുകൊണ്ട് മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കൗച്ച് പോലെ സെറ്റപ്പ്. ഇവിടെ നമ്മളിങ്ങനെ കർട്ടനൊക്കെ നീക്കി ഓ നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഇവിടെ നിന്നുള്ള വ്യൂവും ആണ് ഈ കാണുന്നത്. എന്ത് രസമല്ലേ. ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല സത്യം പറഞ്ഞു. ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കാൻ തോന്നുന്നു. ഏ ഫ്രെയിംഡ് സ്റ്റേ. മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ കാറ്റടിച്ചകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചേക്കുന്നത് കൊള്ളാം. ഇങ്ങനെ കയറി സ്റ്റെപ്പ് ഇറങ്ങി വാവ്. ഓ അടിപൊളി. ഈവനിങ് നല്ല രസമായിരിക്കും സ്പോട്ട് ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കും പോലെ.
ആക്ടിവിറ്റീസിന് വേണ്ടി ഗസ്റ്റിന് കൊടുക്കുന്നത് ഇത്. മമ്മ എനിക്ക് സൈക്കിൾ റെന്റ് ചെയ്യുന്നൊന്നല്ല അല്ലേ? അല്ലല്ല. മമ്മ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോ? ഇത് സ്പൈഡർ ഫ്രണ്ട് ഓഫീസാണ്. ഇതിനകത്ത് സ്പാ റൂമൊക്കെ. ഇവിടെ സൗനിയും ഉണ്ട് ഇവിടെ. ഓ സൗനിയുണ്ട് ഇവിടെ. ഓ ഇതാണല്ലോ മറ്റേ നമ്മുടെ സ്റ്റീം എടുക്കുന്ന സംഭവം. ഇതിനകത്ത് കയറി ഇരുന്നിട്ട് കഴുത്ത് മേളിലോട്ടേക്ക് വരും അല്ലേ? ഏതാ? ആ ഓക്കെ. പക്ഷെ ഇത് യൂസ് ചെയ്യുന്നല്ലോ. സൗന് യൂസ് ചെയ്യുന്നതാണോ? അതേ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണേണോ? അതെല്ലേ, അടിപൊളി. ഷവർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. കല്ലാട്ടോ, കല്ലൊന്നും തേക്കാതെ അങ്ങനെ തന്നെ നല്ല നല്ല രസമുണ്ടല്ലേ. അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ജോണിക്കുട്ടി അതിനകത്ത് കയറി കാത് അടച്ചു. എന്നാടാ അതിനെ കാണുന്ന പോലും ഇല്ല ഇതിലെ. അതിനകത്ത് സീറ്റാണ്, ഇരിക്കുവാണോ? അതിനുള്ളിലൊരു സീറ്റാ അല്ലേ, കയറി ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഓക്കെ. ഇതാണ് സ്പാ റൂം അല്ലേ? കൊള്ളാം. അതിൽ പണിയില്ല മോനെ, അതേ പണിയുണ്ട്. ഇങ്ങോട്ട് വായോ, വാ ഇറങ്ങി വാ. ലോക്കായി പോയോ അതില്? ശീശോയെ ആണോ? ഇവിടെ ഒരു സീറ്റ് കിട്ടി എനിക്കിരിക്കാൻ. ഇവിടെ നിന്ന് വ്യൂ കാണിച്ച പോലെ ഒന്ന് തുറന്നേ, പയ്യെ ഒന്ന് ഇച്ചിരി എനിക്കേ. ആ ഓക്കെ, ഇല്ല അങ്ങനെ. ഓക്കെ കണ്ടോ, അടച്ചോ. ഓടി വാടാ ജോൺകുട്ടി. ഒരു ചക്കി ഫോൺ സൂക്ഷിക്കണം കേട്ടോ. എവിടെയാണ്? ഇത് താഴെ. ആൾക്കാർക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക. പ്രത്യേകിച്ച് പുറത്തുള്ളവരൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. റൂമിലുമുണ്ട്. നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമ്മുടെ ഫുഡും നല്ല ടേസ്റ്റിൽ ഫ്രഷ് ആയിട്ടുള്ള ഫുഡും കിട്ടും കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കി തരുന്നതാണ്. അതായത് നമുക്ക് പകൽ സമയത്ത് പുറത്തിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അത് എന്തായാലും ഹൈ റേഞ്ചിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളിങ്ങനെ അന്വേഷിക്കുമ്പോഴേക്കും അതെ സ്ഥലമാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു അല്ലേ, ഒരു ഐഡിയ. അത് നല്ലൊരു പ്ലേസ് നമുക്ക് ഒത്തുകിട്ടിയിട്ടുണ്ട്. ഇതല്ല കണ്ടെയ്നർ സ്റ്റേ, ഇത് ഡിഫറെൻറ്റാണ്. പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതെ, ഇതല്ലേ നമുക്ക് കുറച്ചുകൂടെ വലിയ ടൈപ്പ്. ഓപ്പൺ ആണോ? യെസ്. ഓ ഇത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു ലിവിങ് റൂം. ആ അയ്യോ ഇങ്ങോട്ട് നോക്കിയേ, ഫുള്ള് ഗ്രീനാണേ, മുഴുവൻ ഗ്രീനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നു. അവിടെയാണ് ബെഡ്റൂം. ഫസ്റ്റ് ഡോർ തുറന്ന് ഓക്കെ. ലൈറ്റ് ഇല്ലെന്നേ. ഓക്കെ അടിപൊളിയായിട്ട് 3 കീ 3 എന്തിനാന്നാ? ഓക്കെ. ബാൽക്കണി ഉണ്ടെന്ന്, മിററും സംഭവമൊക്കെ ആയിട്ട്. കിച്ചണിൻ്റെ അകത്തുനിന്നുള്ളൊരു വ്യൂ, ടോയ്ലറ്റ്. ഓ സൂപ്പർ. എന്നാ വേണം ഇതിനകത്ത് 4-5 ദിവസം വന്ന് കിടന്ന് അല്ലേ റിലാക്സ് ചെയ്തിട്ട്. സത്യം ഒത്തിരി ആക്ടിവിറ്റീസ് ഈ നേച്ചറിൽ ആസ്വദിച്ചെന്ന് നിൽക്കുക. ആക്ടിവിറ്റീസ് ചെയ്യേണ്ടവർക്ക് അതും ഉണ്ട്. അടിപൊളി. ഒന്നും ചെയ്യാതിരുന്നാലും വൈബ അല്ലേ, അത്ര രസമുണ്ട്. സെയിം സംഭവേ. വെള്ളോടെ ഇങ്ങനെ കയറിയപ്പോ ഇഷ്ടമായോ ജോൺകുട്ടി? സന്തോഷ സൂചകമായിട്ട് ജോൺകുട്ടിയുടെ ഡാൻസ് കളിക്കുന്നുണ്ടോടാ. ഇത് നമ്മൾ ആദ്യം കണ്ട എ ഫ്രെയിം ഹൗസ്. അപ്പോൾ ഇതൊക്കെയായിട്ട് കോട്ടേജിൻ്റെ അത് നമ്മൾ ഏകദേശം ഒരു ഓവറോൾ വ്യൂ നമ്മൾ കാണിച്ചു. ഭയങ്കര നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെല്ലാ അല്ലേ എല്ലാ പോയി കഴിയുമ്പോൾ അവിടുത്തെ ലൊക്കേഷനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഏതെങ്കിലും നല്ലൊരു കോട്ടേജിൽ പോകണം അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ
നമ്മുടെ വൈബിനോട് ചേർന്ന് വരുന്ന ഒരു സാധനം. മെയിനായിട്ട് അട്രാക്ട് ചെയ്തത് മറ്റേ ക്യാമ്പിംഗ് സ്റ്റേ അല്ലെങ്കിൽ കാരവാൻ്റെ ആ ഒരു സംഭവമായിരുന്നു അല്ലേ. അപ്പോൾ വന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ 1-2 തവണ അതായത് നേച്ചറിനെ അത്രയും ക്ലോസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് സംഭവം എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിന്ന് കാണാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് ഓടിപ്പിടിച്ച് വന്നതാണ്. താല്പര്യമുള്ളവർ വനാനി, അവരെ വനാനി എന്നാണ് റിസോർട്ടിൻ്റെ പേര്. മാൻകുത്തുമേട് അല്ലേ? മാൻകുത്തുമേട് വെറൈറ്റി പേരാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. വന്നാൽ റിഗ്രറ്റ് ചെയ്യേണ്ട വരില്ല. 100% ഗ്യാരണ്ടിയാണ്. മഴയൊക്കെ ചെറുതായിട്ടൊന്ന് ചെറിയ ഫോഗ് ഇറങ്ങി തുടങ്ങിയേ. എന്നെ വ്യൂ ഒന്ന് നോക്കിയേ. അതെ. പിന്നെ ഇവിടെ 24 hours എപ്പോഴും സ്റ്റാഫ്മാർ അവൈലബിൾ ആട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും തന്നെ അവർ ഉണ്ട്. ഫുൾ ടൗലൊക്കെ എക്സ്ട്രാ അവൈലബിൾ ആട്ടോ. പക്ഷേ ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് അകത്തേക്ക് കയറ്റി വയ്ക്കാൻ പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ജോൺകുട്ടി അവൻ്റെ ഷൂസൊക്കെ അവിടെ അഴിച്ചിട്ടിട്ട് പോയി. നീ എന്നാ ജോൺകുട്ടി ചെയ്തേ? എന്തായി? അവൻ പാൽപ്പൊടി പൊട്ടിച്ച് നേരെ വായിലോട്ട് ഒഴിച്ച് ചായ ഒഴിച്ച് കുടിക്കാനുള്ള പരിപാടി. ചെറിയ ചാറ്റൽ മഴയുണ്ടേ. നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് റൂമൊക്കെ ഒരു പരിവാവൂലോ. ഒതുക്കിയിടാൻ സമയം കിട്ടില്ല. നമ്മൾ രാവിലെ റെഡി ആയി ഇറങ്ങി പോയതല്ലേ. ഞാൻ ഇതിലെ കോഫി ഇട്ടു, പിന്നെ അതിന് കൂടുതൽ ബ്രൂ കോഫിയും. അപ്പോൾ മമ്മ ഉണ്ടാക്കുന്ന വീട്ടിലുള്ള കോഫിയുടെ ടേസ്റ്റാ. പപ്പയ്ക്ക് വേണ്ട. പപ്പയുടെ ജോൺകുട്ടിയുടെ മുഖത്തല്ലേ ഇരിക്കുക. ആണല്ലോ. പൂലോട്ട് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ? അല്ല ഇപ്പൊ എല്ലാം ആണല്ലോ കറക്റ്റ് ആയിട്ട്. പൂ കണ്ടോ? അമ്മയുടെ പൂ കണ്ടോ? പുറത്ത് നല്ല കിടിലം മഴ. ലഞ്ച് കഴിക്കുന്ന ടൈമായി. അപ്പം അമ്മയ്ക്ക് വിശക്കുമെന്ന് പറയുമ്പോഴേക്കും ജോണിക്കുട്ടി പപ്പ പറഞ്ഞു മഴയാ വെയിറ്റ് ചെയ്യാമെന്ന്. ജോണിക്കുട്ടി എന്ത് ചെയ്തു? ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഓടി പോയിട്ട് ഫുഡ് കഴിക്കാൻ പറയുന്നത്. നിങ്ങളുടെ കുടയുണ്ടോന്ന് പോയി കുടയും മേടിച്ചുകൊണ്ട് വന്നേക്കണു. ഇവിടെ എപ്പോഴും തന്നെ ഇച്ചിരി മഴയൊക്കെ ഉണ്ടാവുന്നതാണ്. കല്ലായതുകൊണ്ട് അവന് വലിക്കാൻ ഇച്ചിരി പാടല്ലേ. അവനിഷ്ടാ. ഞാൻ കുറച്ചുകൂടി ചോദിച്ചിട്ട് കൊട എടുത്തോണ്ട് വന്നു. ആണോ? ജോണിക്കുട്ടിയെ കൊട എടുത്തു അല്ലേ? പക്ഷെ മേലിടില്ല. അവനോട് ഇരുന്നോളിച്ചേക്ക്. നല്ല വ്യൂ അല്ലേ. ലാസ്റ്റ് അവൻ എണീറ്റു അല്ലേ? കുട്ടി നല്ലതാണോ? നമ്മള് പുറത്ത് പോയതാ. എന്നാ നമുക്ക് പോയാലോ? ഇനിയിപ്പോൾ എപ്പോഴൊന്നുമല്ല. ഇനിയിപ്പോൾ മഴ കുറഞ്ഞ് കഴിയുമ്പം സ്വിമ്മിംഗ് പൂളിൽ പോകാം. ഇപ്പോഴല്ല, മഴ പോയി കഴിയുമ്പോൾ. പുള്ളി കൊടയെന്ന് പിടുത്തം വിടുന്നില്ല കേട്ടോ. എല്ലാരും ഇപ്പൊ ഒരു കൊഞ്ചിക്കൽ മൂഡിലാണ് ഫുൾ ഫാമിലി. പുള്ളി കൊട ചൂടി കഴിഞ്ഞാൽ പിടിക്കാൻ 2 കൈയും മുറുക്കം പിടിച്ചേക്കുവാ. അവനെ കൈ പിടിഞ്ഞു. കുഞ്ഞു കൈയല്ലേ, കൊടയുടെ വെയിറ്റ് പറ്റില്ല, താങ്ങില്ല. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിലാണ് മൂന്നാർ കാണാൻ വേണ്ടിയിട്ട് പോവാണ്.